ചൂരൽമലയിലെ ക്ഷീര കർഷകർ അവരും ദുരിതത്തിലാണ്. പശുക്കളെ വളർത്താൻ ഇടമില്ലാത്തതാണ് പ്രതിസന്ധി. ക്ഷീരകർഷകൻ ശങ്കരന്റെ വീട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. ശങ്കരൻ ഇപ്പോൾ പശുക്കളെ വളർത്തുന്നത് പാടിയിലെ ഇരുട്ട് മുറിയിലാണ്. ശങ്കരന്റെ 5 പശുക്കളാണ് ഉരുൾപൊട്ടലിൽ ഒഴുകിപ്പോയത്. ശേഷിക്കുന്ന 7 പശുക്കളെയും കൊണ്ട് ദുരന്ത മേഖലയിൽ തുടരുന്ന ശങ്കരനെ കാട്ടിത്തരും ദീപക്. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ആശങ്കകൾ ഒന്നും ഒഴിയാതെ ഇപ്പോഴും ബാക്കിയാണ്. ഇവിടെ മുൻപ് ഒരു തൊഴുത്തുണ്ടായിരുന്നു, ഒന്നിലധികം തൊഴുത്തുകൾ ഉണ്ടായിരുന്നു. ബെയിലിപ്പാലത്തിന് സമീപമുള്ള 13-ാം പാലം എന്ന പ്രദേശമാണിത്. മുൻപ് ഇവിടെയായിരുന്നു ശങ്കരന്റെയും മജീദ്ക്കയുടെയും മാധവിയുടെയും ഒക്കെ തൊഴുത്തുകൾ ഉണ്ടായിരുന്നത്. ശങ്കരേട്ടൻ അന്ന് എത്ര പശുക്കൾ ഉണ്ടായിരുന്നു? 12 പശുവിൽ 5 പോയി, 7 രക്ഷപ്പെട്ടു. ഇപ്പോൾ പശുക്കളെ എവിടെയാണ് കെട്ടിയത്? ഇപ്പോൾ ഞാൻ വീട്ടിനകത്ത് കെട്ടിയിട്ടുണ്ട്. വീട്ടിനകത്ത് പറഞ്ഞാൽ കറവ് ഇപ്പോൾ രാത്രി പുറത്തെവിടെയും കെട്ടിയിടാൻ വെളിച്ചം കാര്യങ്ങളില്ല. ഇപ്പോൾ വീട്ടിനകത്ത് കറവുള്ളതിന് ഇപ്പോൾ വീട്ടിനകത്ത് കെട്ടിയത്. ഇപ്പോൾ ബാക്കിയുള്ള പശുക്കൾ പ്രസവിക്കാനായി. വീടിനകത്ത്, ഈ വീടിന്റെ അകത്തളത്തിലാണ് ഒരു പശു ഉള്ളത്. അതുപോലെ തന്നെ ഈയിടെ പ്രസവിച്ച പശുക്കിടാവുകളടക്കം ഇത്തരത്തിൽ പാടി റൂമുകളിൽ കെട്ടിയിട്ടാണ് ഇവിടുത്തെ ക്ഷീരകർഷകർ പശുക്കളെ വളർത്തുന്നത്. അപ്പോൾ വേറെ മാർഗ്ഗമില്ലാത്തത് കൊണ്ട് എൻ്റെ പശുക്കളെ ഇപ്പോൾ കറവുള്ളതിന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കെട്ടി. ഇതിൻ്റെ അകത്ത് വെളിച്ചം കാര്യങ്ങളുള്ള കാരണം അടുത്ത് പ്രസവിച്ച് 8-10 ദിവസമായിട്ടോ. ചാണം മൂത്ത ഒഴിച്ചാൽ പോകില്ല. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മേറ്റിന് അന്വേഷിച്ചപ്പോൾ ഒരു മേറ്റിന് 2700 രൂപ. അപ്പോൾ ഈ 4 മേറ്റിട്ട് വാങ്ങുമ്പോൾ എനിക്ക് ചുരുങ്ങിയത് 12,000 രൂപ ആണ് ഇവിടെ. ആ സാമ്പത്തികമില്ല. 9,000 രൂപ വൈഫിന് കയറിയിട്ട് എനിക്കിതുവരെ കയറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജോലിയില്ല, ഞങ്ങൾക്ക് വേറെ തൊഴിലറിയില്ല. സമീപത്ത് തൊട്ടടുത്ത റൂമുകളുണ്ടോ? ഇല്ലല്ല, ഇതിലൊന്നും ഇതിൽ പശു ഉടമകളാണ്. പശുപേറ്റി ഇവിടെ നിന്നുള്ള താമസിപ്പേര് അരപ്പറ്റയാണ് താമസം. അപ്പുറത്തെ ബിൽഡിംഗിലുണ്ട് മജീദൊക്കെ ഉണ്ട്. എത്ര പശുണ്ട്? 9 ഉണ്ടായി. അതിൽ 8 പോയി, 1 കഴിച്ചിലായി. ഉരുൾപൊട്ടൽ ഒഴുകിപ്പോയി. പിന്നെ 3 പശുക്കുട്ടിയുള്ളൂ. പാടി റൂമുകളിലൊക്കെ പശുക്കളെ കെട്ടിയിട്ട് അതിൽ കെട്ടിയിട്ടുണ്ട്. ഈ റൂമിനകത്തും പശുക്കളെ കെട്ടാറുണ്ട്. ഇതിപ്പോ 2 കിടാവുകൾ ഈ അടുത്ത് പ്രസവിച്ചതാണല്ലോ അല്ലേ? സാറേ, ഇത് 2 മാസമായിട്ടുണ്ടാവും. നേരത്തെ നിങ്ങൾ ഈ 2 സോളാർ ലൈറ്റിന് വേണ്ടി MLA പറഞ്ഞിരുന്നില്ല? ഓഫീസിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത് ഇതുവരെ അതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ മിഞ്ഞാന്ന് വിളിച്ചപ്പോൾ MLA ഓഫീസിൽ നിന്ന് അവിടെ നിന്നുള്ള മറുപടി ഇങ്ങനെയാണ്: താങ്കളെ വിളിക്കും. വേറെ പശുണ്ടോ? ഇല്ലല്ല, ലീവായി പറ്റില്ലൊന്നും പശുക്കളില്ല. അപ്പോൾ അത് വിളിക്കുമ്പോൾ വന്നാൽ മതി അന്ന് MLA. ഈ പാടിയുള്ള പശുക്കളുള്ള ഈ ആരെല്ലാം ഞാൻ ഒരാളും മാത്രം മജിയാക്കിയും മാത്രമാണ് ഇവിടെ. ദാസനടക്കം 3 പേരാണ് ഇവിടെ ഉള്ളത്. നിലവിൽ വരുന്നത് പുലർച്ചയ്ക്ക് 3 മണിക്ക് വരണം. അത് 3 മണിക്കൂർ വന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടാവും കാര്യങ്ങൾ. അതിനാണ് നമ്മളൊരു താൽക്കാലിക ഒരു സോളാർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ധൈര്യത്തിൽ പശുക്കളെ കെട്ടാം, പുറത്തും കെട്ടിയിടാം. കാരണം വന്യമൃഗശല്യങ്ങൾ അതാണ് നിങ്ങളുടെ ആവശ്യം. അതല്ല, നമ്മളെ ആവശ്യം എന്ന് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മളിപ്പോൾ സർക്കാരിന് ആ തൊയ്ത്തുണ്ടാക്കി തരാം, അതുണ്ടാക്കി തരാം പറഞ്ഞ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്ന് ദയവ് ചെയ്തിട്ട് ഏതെങ്കിലും സംഘടനകൾ തൊയ്ത്തുള്ള സംവിധാനം ഈ അട്ടമല ഭാഗത്ത്, ഈ പൂളപ്പടി ഭാഗത്ത് എവിടെയെങ്കിലും സർക്കാരിൻ്റെ സ്ഥലത്ത് കിട്ടി ഈ പശുക്കളെ സംരക്ഷിക്കുന്ന തൊയ്ത്ത് കെട്ടാൻ അതന്നെയാണ് നമുക്ക് പറയാം. നമുക്ക് പറയാനുള്ളൂ സാറേ. നമുക്ക് കൊട്ടായി കെട്ടാൻ സൗകര്യമില്ല. ഇപ്പോൾ എവിടെയും സ്ഥലം കിട്ടിയാൽ നമുക്ക് തൊയ്ത്ത് കെട്ടാൻ വേണം. ശങ്കരനും മജീദിക്കയ്ക്കും ആവശ്യപ്പെടുന്നത് തൊഴുത്ത് കെട്ടാനുള്ള ഒരു സഹായമാണ്. ഇങ്ങനെ എക്കാലവും മുറിക്കുള്ളിൽ പശുവിനെ കൊണ്ടുവന്നിടാൻ കഴിയില്ലല്ലോ. ഇത് കാണുന്നവരാരെങ്കിലും സഹായിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും കൂടി അവർ ഇക്കാര്യങ്ങൾ പറയുമ്പോഴുണ്ട് കേട്ടോ.